ഒരു വൈകുന്നേരം ഞാനും കുഞ്ഞാവി ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഏച്ചിമാരും പിള്ളേരും കൂടി വന്നത്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി കുറേ നേരം വർത്താനം പറഞ്ഞിരിക്കുന്നതിനിടയിലാണ് ഏച്ചി പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും കൂടി ഗ്രൗണ്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ത്രിധുവിനാണെങ്കിൽ ഒരു ഉഷാറില്ലാത്ത പോലെ. ത്രിധുവിന് ഈ ഗ്രൗണ്ടിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി നേരെ ഗ്രൗണ്ടിലേക്ക് നടന്നു. ഇന്ന് നമ്മൾ അപ്പുറത്തെ വീട്ടിലെ ഏച്ചിയുടെ വീട്ടിൽ JCB മേടിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു സന്തോഷത്തിൽ ലഡു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലഡുവും കഴിച്ചുകൊണ്ട് നേരെ ഗ്രൗണ്ടിലേക്ക് നടന്നു. വൈകുന്നേരം ഗ്രൗണ്ടിൽ പോകാൻ നല്ല രസമാണ്. ഭയങ്കര ഒരു തുറസായിട്ടുള്ള സ്ഥലമാണ് അവിടെ. അങ്ങനെ ഗ്രൗണ്ടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ വല്യമ്മയുടെ വീടും കൂടി വരുന്നത്. ഇത് ഏച്ചിയുടെ മോളാണ് കുഞ്ചു. നടക്കാൻ പഠിച്ചതിന് ശേഷം വലിയ ആളായെന്ന വിചാരം. നമ്മളൊന്നും കൈമ വരുന്നില്ല. ഇപ്പം ഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് കയറണമെങ്കിൽ ഈ മതിൽ കയറി തുള്ളണം, അല്ലെങ്കിൽ അപ്പുറത്തേ വളഞ്ഞ് നടക്കേണ്ടി വരും. അപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് മതിൽ തുള്ളിയിട്ട് ഉള്ളോട്ടേക്ക് കിടക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും നമുക്ക് ഇത്രയും വലിയ മതിൽ തുള്ളാൻ പറ്റുന്നില്ല. ഞാനും കുഞ്ഞായും പറഞ്ഞു നമ്മൾ അപ്പുറത്തേ നടക്കാമെന്ന് പറഞ്ഞു. ചേച്ചി വലിയ ആളെ പോലെ മതിൽ കയറി തുള്ളാൻ നോക്കിയതാണ്. പക്ഷെ പറ്റാത്തതുകൊണ്ട് നമ്മളെപ്പുറത്ത് നടന്നിട്ട് തന്നെ വരലായി. ഞാൻ നിങ്ങളെപ്പുറം നടന്നിട്ട് തന്നെ വന്നോളാന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുമ്പോഴേക്കും ഒരു സന്ധ്യ ആവാനായിട്ടുണ്ടായിനി. അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതിൻ്റെ ഉള്ളിൽ നല്ല രസമാണ്. നമ്മുടെ നാട്ടിലത്തെ പിള്ളേരെ അപ്പുറത്തും ഇപ്പുറത്തൊന്നും ഏതെങ്കിലും നാട്ടിലത്തെ അവരുണ്ട് തോന്നുന്നു. അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കളിക്കുന്നുണ്ട്. ത്രിധുവിനാണെങ്കിൽ ഗ്രൗണ്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഭയങ്കര സന്തോഷം തന്നെ. ത്രിധുവിൻ്റെ അച്ഛനും ഉണ്ട് അപ്പുറത്തുനിന്ന് കളിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ വർത്താനം പറഞ്ഞിരുന്ന് തിരിച്ച് പോകാൻ കുറേ വൈകിട്ടുണ്ടായിന്. വീട് അടുത്ത് തന്നെ ആയതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും നല്ലോണം വൈകിട്ടുണ്ടായിന്. നമുക്കാണെങ്കിൽ ചായ കുടിച്ചിട്ടുണ്ടായിട്ട് വൈകുന്നേരം ആരും. അങ്ങനെ നമ്മൾ ഷവർമ ഓർഡർ ചെയ്തു. നല്ല വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ ഷവർമ എന്തേ വരാത്തെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു. അങ്ങനെ ഇതാ ഷവർമ കിട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.